ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ കുമ്പളപ്പമാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്താണ് നമ്മുടെ അമ്മയുടെ അമ്മ താമസിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം അമ്മ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ സീരിയൽ തുടങ്ങിയപ്പം എന്നാൽ ഞാൻ പോയി കാണാൻ പോകാമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. അന്നേരം വെന്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കൊടുത്തു വിട്ടില്ല. അപ്പോൾ ഞാനിത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അമ്മ താമസിക്കുന്നത്. ഇത് അമ്മ ടി വിയുടെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ഇപ്പോൾ വെന്തോ എന്നൊക്കെ ചോദിച്ച് എന്നോട് ഇത് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ചക്ക വരട്ടി ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം ഞാൻ വരട്ടി വെച്ചിരുന്ന ചക്കയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചക്ക വരട്ടി വെച്ചത് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ എടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് പുറത്തെടുത്ത് വെച്ചേക്കുമായിരുന്നു. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തവണയോ രണ്ട് തവണയൊക്കെ ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ ഞാൻ ഓരോ പാത്രത്തിലും ഫിറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരെണ്ണത്തിനകത്ത് തന്നെ വെച്ചാൽ മൊത്തം ഒന്ന് എടുത്ത് തണുക്കണമല്ലൊക്കെ പാടല്ലേ. അതുകൊണ്ട് ഇതിപ്പോൾ 2 തവണ നമുക്ക് ഉണ്ടാക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിന് നേരെ പകുതി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇനി നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ശരിക്കും ഒന്ന് മെൽറ്റായിട്ട് കിട്ടത്തുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ചക്കവരട്ടിയാണ് കേട്ടോ ഇത്. ഒരു കേടുമില്ലാതിരിക്കും. ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഞാൻ ഫ്ലാസ്കിനകത്ത് നിന്ന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുതിരാൻ വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതൊന്ന് മെൽറ്റായി കിട്ടും. നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ അരിപ്പൊടിയും റവയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 3 വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മാവ് കുഴച്ചാൽ മതി. അതിനകത്ത് നിന്ന് 3 വെറൈറ്റി പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ ദോശക്കല്ലിൽ പരത്തി വയ്ക്കാവുന്ന രീതിയിലുള്ള അടയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഇത് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യമായ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 കിലോ അടുത്ത് എടുത്തിട്ടുണ്ട് അരിപ്പൊടി. 1/2 കിലോ റവയും എടുത്തിട്ടുണ്ട് കേട്ടോ. റവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എണ്ണമയമൊക്കെ ഉള്ള സൈസ് ഒരു മുഴുത്ത തേങ്ങ ചിരണ്ടിയതാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്കൊരു കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയോ ജീരകമോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഫ്ലാസ്കിനകത്ത് തന്നെ ചൂടോടെ വെള്ളം എടുക്കണമെന്നില്ല, തണുത്ത വെള്ളമാണെങ്കിലും മതി. അത് നമുക്ക് കുഴച്ച് വെച്ചേക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് നട്ട്സ് നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നെയ്യിലാണ് വറുത്തെടുക്കുന്നത്. നെയ്യ് വറുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പീനട്ടോ കാഷ്യൂനട്ടോ കിസ്മിസോ ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പീനട്ടാണ്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഈ നെയ്യോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് ചേർക്കാം കേട്ടോ. അതൊക്കെ അടിപൊളിയാണ്. അത് നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പീനട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ആദ്യം ചക്ക വരട്ടി വെച്ചേക്കുന്നതിനകത്ത് ഓൾറെഡി ശർക്കര ഇട്ടാണ് വെച്ചത്. ഇനി മധുരം പോരാതെ ഉണ്ടെങ്കിൽ കുറച്ച് ശർക്കരയും കൂടെ ചിരണ്ടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഈ ഒരൊറ്റ മാവ് കുഴച്ച് വെക്കുന്നതിൽ നിന്നാണ് കേട്ടോ നമ്മൾ 3 പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് ദോശക്കല്ലിൽ പരത്തുന്ന രീതിയിലുള്ളതാണ്. അതാണ് ഇവിടെ എൻ്റെ മൂത്ത കുട്ടിക്ക് ഇഷ്ടമുള്ളത്. വേണമെങ്കിൽ ഒരു ശകലം ഉപ്പൂടെ ചേർക്കാം. മധുരം ഇടുന്നതിനകത്ത് ഇല്ലാന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദോശക്കല്ലേ പരത്തുന്ന ഈ അട ആണ് അവന് ഏറ്റവും ഇഷ്ടം. ഒരു അല്പം നെയ്യൊക്കെ 2 സൈഡിലും ഒന്ന് ഒഴിച്ച് കൊടുത്ത് നല്ല മുരിച്ചെടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വാഴയിലക്കകത്ത് ഉള്ള അടയും ഉണ്ടാക്കാം. അട പുഴുങ്ങുമല്ലോ, അങ്ങനെ ഉണ്ടാക്കാം. കുമ്പിളപ്പം ഉണ്ടാക്കാം. അത് ഈ സെയിം മാവിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അട ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് അല്ലുവിന് മാത്രം മതി, ഞങ്ങൾക്ക് ആർക്കും വേണ്ട കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ വെള്ളം ലൂസാക്കി കുഴച്ചില്ല എന്നോർത്തുകൊണ്ട് അട ഹാർഡാകുമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് അട ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വാഴയിലയിൽ ഉള്ള അടയുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വാഴയില എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ മാവ് എടുത്ത് വെക്കുക. കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ.
വാഴയിലേക്കകത്ത് പരത്തുന്ന അടയും ഞാനൊരു 4-5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് പരത്തിയതിന് ശേഷം ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ച് പുഴുങ്ങിയെടുത്താൽ മതി കേട്ടോ. നമ്മുടെ വാഴയിലേക്കകത്തുള്ള അട റെഡി ആയിട്ടുണ്ട്. ഇതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. നമ്മൾ റവ കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ അടയ്ക്കൊക്കെ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പിളപ്പമാണ്. അതിനും ഈ സെയിം ബാറ്റർ തന്നെയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഇടനേലയാണിത്. ഇതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം കുമ്പിളപ്പമായിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.